ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ഇംസോളും ആ വാച്ച് വഴി ടൈം ട്രാവൽ ചെയ്ത് അവൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എത്തിക്കാണും. പക്ഷെ അവൾക്കാണ് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ അവളെല്ലാം സ്വപ്നമായിട്ടാണ് വിചാരിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ അവസാനം വരെ അവൾ ഇവിടുന്ന് പോകാത്തോണ്ട് ഇനിയിപ്പം മരിച്ചോന്ന് അവൾ മൊത്തത്തിൽ പേടിച്ചു പോകും. അങ്ങനെ അതോടെ അവളും കരഞ്ഞോണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ കുത്തിയിരിക്കുമ്പോഴാണ് അതേസമയം ക്ലാസ് എല്ലാം കഴിഞ്ഞ് സുൻജയ് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവൾ അവിടെ ഇരിക്കുന്നിട്ട് ഇവൻ അടുത്തേക്ക് ചെന്ന് ജസ്റ്റ് അവളെ തൊട്ട് നോക്കുമ്പോൾ അവള് പടക്കമെന്ന് പറഞ്ഞങ്ങ് വീണു. ഇതോടെ അവനും പേടിച്ചിട്ട് ഞാനൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞ് അവൻ ഐസിന് മുങ്ങാൻ നോക്കുമ്പോഴാണ് അവളും ഞാൻ മരിച്ചതുകൊണ്ടല്ലേ സുൻജയ് ഇവിടെ വെച്ച് കാണുന്നതെന്ന് പറഞ്ഞ് അവൾ സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവനൊന്നും മനസ്സിലാവാതെ എന്തുവാ നീ മരിച്ചോ എന്നിന് അവനും ചോദിക്കുമ്പം അവൾ ഇവനെ കണ്ടിട്ട് ഇതെന്തോ സുൻജയുടെ പ്രേതവും ചോദിക്കും. അതോടെ അവനും ദേഷ്യത്തി നിനക്കെന്നെ കണ്ട പ്രേതം ഇട്ടോ എന്നിന് അവനും ചോദിക്കുമ്പോ തന്നെ അവളും കരയാൻ തുടങ്ങും. സുൻജയ് സത്യമായിട്ട് അപ്പൊ നമ്മൾ മരിച്ചുപോയോ? അതുകൊണ്ടല്ലേ എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നത്. മരിച്ചോയി നിന്നെ നീ കാണാൻ സാധിക്കുന്നെങ്കിൽ അപ്പൊ ഞാനും മരിച്ചുപോയി എന്നിന് അവളും പറഞ്ഞിട്ട് കരയുമ്പോഴാണ് അവനും മൊത്തത്തിൽ ഷോക്കായിട്ട് ഇവൾക്കെന്തോ വട്ടായ ഈ വാച്ച് ഇവിടെ തറയെ കളഞ്ഞ ഇത് കണ്ടിട്ട് എന്റെ വാച്ച് പോലെ തോന്നുന്നല്ലേ, നിന്റെ വാച്ച് തന്നെ അത്, നീ തന്നെ വെച്ചോ എന്നിന് അവള് പറയുമ്പോഴാണ് അവനൊന്നും പിടികിട്ടാതെ എന്തുവാ എന്റെ വാച്ചോ? സുൻജയ് നീ വിഷമിക്കണ്ട, മരണത്തിന് ശേഷമെങ്കിലും ഞാൻ നിന്റെ കൂടെ കാണും. പക്ഷെ എന്നാലും ഞാൻ എന്തിനാ മരിച്ചേ? എന്റെ അമ്മയും അമ്മൂമ്മയും പാവം ഒറ്റയ്ക്ക. പേടിക്കണ്ട സുൻജയ്, നമ്മൾ എന്തായാലും ഈ ബ്രിഡ്ജ് മറികടന്നിട്ടില്ല. സാധാരണ ഡ്രാമാസിനകത്ത് ഈ ബ്രിഡ്ജ് മറികടന്നാലേ നമ്മൾ സ്വർഗത്തിലോ നരകത്തിലോ പോകത്തുള്ളൂ. സോ ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുവാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വഴി കാണും രക്ഷപ്പെടാൻ വേണ്ടി. നമുക്ക് എങ്ങനെയൊക്കെ രക്ഷപ്പെടാം, നീ കട്ടയിൽ കൂടെ നിന്നാ മതി. ഒരിക്കലും ഈ ബ്രിഡ്ജ് മാത്രം നീ കടന്നു പോകല്ലേ എന്നിന് ഇവള് പറയുമ്പോഴാണ് അവനും ഈ ബ്രിഡ്ജ് കടന്നു പോകലെന്നോ? മോൾസെ എന്റെ വീട് എന്റെ അപ്പുറത്തുള്ള, പിന്നെ ഞാൻ എങ്ങനെ വീട്ടിലേക്ക് വന്ന് എന്നിന് അവനും പറഞ്ഞിട്ട് പോകാൻ നോക്കുമ്പോൾ ഇവള് ഫ്രണ്ടിയും തടയും. സുൻജയ നിന്നെ ഞാൻ ഒരിക്കലും പോകാൻ സമ്മതിക്കത്തില്ല, പ്ലീസ് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാം എന്നിന് അവൾ അവനെ പോകാൻ വിടാതെ ഹഗ് ചെയ്യുമ്പോൾ ഇവളുടെ ഉദ്ദേശം തന്നെ വേറെ എന്ന് പറഞ്ഞിട്ട് അവൻ മൊത്തത്തിൽ പേടിച്ചു പോകും. എന്തുവാണ് നീ ഇപ്പൊ പറഞ്ഞ നമുക്ക് ഒരുമിച്ച് ജീവിക്കാന്നോ? ടാക്സി ചേട്ടാ ഇവിടെ നേരെ വിട്ടോ, ഒരു സെക്കൻഡിൽ വെയിറ്റ് ചെയ്യല്ലേ എന്നിന് അവൻ ഇവളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോഴാണ് അവൾ ആ ടാക്സി കണ്ട് ഷോക്കായി. സ്വർഗത്തിലൊക്കെ ടാക്സി പോവാന്ന് പറഞ്ഞ് അവൾ അന്തം വിട്ട് നിൽക്കും. അപ്പോഴാണ് അവളുടെ അമ്മ അവളെ ഫോൺ വിളിക്കുന്നത്. ഇതോടെ അവളും ഇതാരാന്ന് പറഞ്ഞ് അവൾ സംസാരിക്കുമ്പം അവളുടെ അമ്മയും കട്ടക്കരിപ്പി എവിടാടി നീ ഇപ്പം, ആദ്യം നീ വീട്ടിലേക്ക് വാ, നീ വീണ്ടും ക്ലാസ് കട്ട് ചെയ്തോ എന്നിന് അവളുടെ അമ്മയുടെ ശബ്ദം കേൾക്കും. അങ്ങനെ സുൻജയും തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അവന്റെ അച്ഛനും ഇന്ന് സ്വിമ്മിംഗ് കോമ്പറ്റീഷന് ജയിച്ചതിന് അവന് കൺഗ്രാജുലേഷൻ പറയും. ഇതോടെ അവന് സന്തോഷത്തി ഇത് ജസ്റ്റ് പ്രാക്ടീസ് അല്ലെന്ന് പറഞ്ഞ് അവന് ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് അതേസമയം സ്വിമ്മിംഗ് ചെയ്ത് ഇവന് ചെറിയ ഷോൾഡർ ഇഞ്ചുറി ഒക്കെ ഉണ്ട്. അങ്ങനെ അത് അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പം അതേസമയം ഇംസോൾ ഇവന്റെ തന്ന വാച്ച് ഇവന്റെ കാണും. അപ്പോഴാണ് അത് കണ്ട് അവനും എന്റെ വാച്ച് ഇവിടെ ഉള്ളപ്പം ഇവളെന്തിനാ ഈ വാച്ച് തന്നേന്ന് പറഞ്ഞ് അവനൊന്നും മനസ്സിലാവാതിരിക്കും. കാരണം അവൻ ഇപ്പൊ യൂസ് ചെയ്യുന്ന വാച്ചാണ് അവൾ ഫ്യൂച്ചറിൽ വാങ്ങിക്കുന്നത്. അങ്ങനെ ആ വാച്ച് കൈ പിടിച്ചോണ്ട് അവൻ അവൾ ചെയ്തേ കാര്യം നോക്കുമ്പോഴാണ് സ്വിമ്മിംഗ് പൂളിൽ ഓടിച്ചെന്ന് ഐ ലവ് യു സുൻജയ് എന്ന് പറഞ്ഞൊക്കെ അവൻ ഓർത്ത് നോക്കി പെട്ടെന്ന് അവന് ഗൂസ് ബംസ് ഒക്കെ വരും. അതിനുശേഷം ഇംസോളും അവളുടെ അമ്മ വിളിച്ചോണ്ട് അവളുടെ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് ഇവള് സ്കൂളിൽ പഠിച്ചപ്പോ എങ്ങനെയുള്ള അതേപോലെ ആയിരിക്കും അവളുടെ വീടുള്ളത്. കാരണം അവൾ ടൈം ട്രാവൽ ചെയ്തതാന്ന് അവൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അവൾ ഇതൊക്കെ കണ്ട് ഷോക്കായി വീടൊക്കെ എങ്ങനെ പഴുതോല് മാറിയെന്ന് പറഞ്ഞ് അവൾ അന്തം വിട്ട് നിൽക്കും. അങ്ങനെ അതോടെ അവളുടെ അമ്മയുടെ കടയിലേക്ക് ഓടി ചെല്ലുമ്പോഴാണ് അവളുടെ അമ്മ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും. എടി തോൽവി, നീ ഇപ്പോഴാണ് വീട്ടിൽ വരുന്നത്, ഇനി വാടി, നീ എത്ര ധൈര്യം നീ ക്ലാസ് കട്ട് ചെയ്യും, നിന്റെ ബാഗ് പോലെ നിന്റെ കൂട്ടുകാരി വീട്ടെടുത്തോണ്ട് തന്നെ എന്നിന് അമ്മയെ വഴക്ക് പറയുമ്പോഴാണ് അവൾ അമ്മയെ കണ്ട് ഷോക്കായി. അമ്മേ നിങ്ങൾക്ക് എപ്പോഴാ പ്രായം കുറഞ്ഞ? എടി സംസാരിച്ച് നീ വിഷയം മാറ്റാൻ നോക്കുന്നു, ഞാൻ എപ്പോഴും എങ്ങല്ലേടി, നീ എന്തിനാ ക്ലാസ് കിട്ടിയത് എന്നിന് അമ്മയെ അവള് പിടിച്ചടിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവള് കലണ്ടർ നോക്കുമ്പം അതിനകത്ത് 2008 എന്ന് പറഞ്ഞ് എഴുതിയേക്കും. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് അവള് ടൈം ട്രാവൽ ചെയ്ത് വന്നേക്കുവന്ന്. അതോടെ അവളുടെ വയ്യാത്ത അമ്മൂമ്മയെ കാണാൻ നോക്കുമ്പോൾ അവരിപ്പോ നോർമൽ ആയിട്ടിരിക്കും. ഇത് കണ്ട് അവള് സന്തോഷത്തി ഓടിച്ചെന്ന് അവളുടെ അമ്മൂമ്മയെ ഹഗ് ചെയ്യും. അമ്മൂമ്മേ നിങ്ങൾക്ക് ഞാൻ ആരാന്നറിയോ, എന്റെ പേരൊന്ന് പറയോ പ്ലീസ് എന്നിന് ഇവളും കെഞ്ചുമ്പരാണ് അമ്മൂമ്മയും നിന്റെ പേര് എങ്ങനെ മാർക്കൂടെ എന്ന് പറഞ്ഞ് ഇംസോൾ എന്ന് പറഞ്ഞ് അവളെ വിളിക്കും. ഇതോടെ അവൾക്കും കരച്ചിൽ വരുമ്പം അമ്മൂമ്മ അവളെ സമാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവൾ അവളുടെ റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് ഫ്യൂച്ചറിൽ ഉള്ളതുപോലെ ആ റൂം ഫുള്ള് സുൻജയുടെ ഫോട്ടോസ് നിറഞ്ഞിരിക്കാതെ നോർമൽ ആയിട്ടുള്ള റൂം ആയിട്ടിരിക്കും. അതോടെ അവളും ടൈം ട്രാവൽ ചെയ്ത് വന്നേക്കുമെന്ന് കൺഫേം ചെയ്തിട്ട് കലണ്ടർ എടുത്ത് നോക്കുമ്പോഴാണ് അവൾക്ക് ആക്സിഡന്റ് നടക്കുന്ന മുമ്പേ തന്നെ ഇവള് ടൈം ട്രാവൽ ചെയ്ത് വന്നേക്കുക. അതായത് ഇതിന് ശേഷമായിരിക്കും ഇവൾക്ക് ആക്സിഡന്റ് ഒക്കെ നടക്കുന്നത്. ഇതോർത്ത് അവളും അപ്പൊ ഇനി ഇവളുടെ കാലോ എന്ന് പറഞ്ഞ് അവള് മൊത്തത്തിൽ പേടിച്ചു പോകും. അതിനുശേഷം അവളും തലേനെടുത്തോണ്ട് അവളുടെ അമ്മയുടെ കൂടെ കിടന്നുറങ്ങാൻ വേണ്ടി വരും. ഒരേശം ഇതൊക്കെ സ്വപ്നമാണ്, അവൾ ഈ ഹാപ്പിനെസ് ഒക്കെ അവസാന നിമിഷം വരെ ഫീൽ ചെയ്യണമെന്ന്. അങ്ങനെ അവൾ ഇവിടെ നിന്ന് പോവല്ലെന്ന് പറഞ്ഞ് അവ രണ്ടുപേരും കൈയും പിടിച്ച് കിടന്നുറങ്ങുമ്പോഴാണ് അടുത്ത ദിവസം അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇവളുടെ കാലനക്കൊക്കത്തില്ല. അതോടെ അവളും അപ്പൊ സത്യത്തിൽ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അവിടെ ഇവളുടെ ചേട്ടനായിരിക്കും മടി കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതോടെ അവളും ദേഷ്യത്തി അവനെ പിടിച്ച് തള്ളിയിട്ടിട്ട് അപ്പൊ ഭാഗ്യത്തിന് സ്വപ്നമല്ലെന്ന് പറഞ്ഞ് ഇവളും ആശ്വാസപ്പെടും. അതോടെ അവളും ചേട്ടനെ കണ്ട സന്തോഷത്തി ഉറക്കത്തിരിക്കുന്ന അവനെ പിടിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവള് സന്തോഷത്തി സ്കൂളിലേക്ക് ചെല്ലുമ്പോഴാണ് അതേസമയം സുൻജയും അവളുടെ വാച്ച് തിരിച്ചു കൊടുക്കാൻ വേണ്ടി അവനിങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പനാണ് അതേസമയം ഇംസുള്ള അവിടേക്ക് വരുമ്പം ഇവനെ കണ്ടതോടെ അവളും ഫ്യൂച്ചറൊക്കെ ആലോചിച്ച് നോക്കും, ഇവൻ സൂസൈഡ് ചെയ്ത് മരിച്ചു പോയതൊക്കെ. അങ്ങനെ അതൊക്കെ ഓർത്ത് നോക്കി അവളവന് നേരിട്ട് കാണാൻ പറ്റുന്നത് ഇമോഷണൽ ആയിരിക്കുമ്പോഴാണ് അതേസമയം നല്ല മഴ
മഴയും വരും. അപ്പനാണ് സുൻജയും ഇവളോട് മഴയത്ത് നിൽക്കുന്ന കണ്ടിട്ട് ഇവന് അവന്റെ ഉള്ള കുടയും കൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് നിൽക്കും. ഇപ്പൊ നീ എന്തിനാ കരയുന്നത്? ഞാനും നിന്നെ കരയിപ്പിച്ചില്ലല്ലേ. ഏതിന് അവന്റെ അടുത്തേക്കും ചോദിക്കുമ്പം ഇവൾക്ക് വീണ്ടും അവൻ അവസാനമായിട്ട് സംസാരിച്ച ഓർമ്മ വരും. കാരണം ഇതേ സെയിം ഡയലോഗ് ആയിരുന്നു അവൻ അന്ന് ഇവളോട് ചോദിച്ചത്. ഇതോടെ അവൾ അതോർത്തേക്ക് മൊത്തത്തിൽ കരയുമ്പോഴാണ് അവനൊന്നും മനസ്സിലാവാതെ എന്നെ കണ്ടാൽ തന്നെ എന്തിനാ കരയുന്നെന്ന് പറഞ്ഞ് അവൻ അവളോട് ചോദിക്കും. ഇതോടെ അവളും ശബ്ദത്തിൽ പൊട്ടി കരയുമ്പം അവനും പേടിച്ചു പോയിട്ട് അയ്യോ ഇങ്ങനെ എന്റെ ഫ്രണ്ട് ചെന്ന് കരയല്ലേ, ആരെങ്കിലും കണ്ട തെറ്റിരിക്കും, ഞാൻ നിന്നെ പേടിപ്പിച്ചാന്ന്. ഏതിന് ഇവനും പറയുമ്പോ തന്നെ അവിടെ ഉള്ളവരൊക്കെ ഇതേതോ ലവേഴ്സിന്റെ പ്രശ്നം അറിഞ്ഞ് അവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. ഇതോടെ അവന് ഇവിടെ നിന്ന് നാണക്കേടാന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതേസമയം പാവം അവന്റെ കൂട്ടുകാരനും ഇവൻ തിരിച്ച് കൊട കൊണ്ടുവരുന്ന പറഞ്ഞ് അവനിങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ഹിംസോൾ, ഇന്നലെ നീ സ്വിമ്മിംഗ് പൂളിൽ വെച്ച് കുറെ സീൻ ഉണ്ടാക്കി, ഇപ്പൊ വെറുതെ കരഞ്ഞോണ്ടിരിക്കുന്നോ? എന്തേലൊക്കെ മിണ്ട്. ഏതിന് അവളോട് സംസാരിച്ചോണ്ട് അവനെ നോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവൻ ഇത് കണ്ടിട്ട് ഷടാ ഇവളെന്ന് എന്നെ തന്നെ നോയിക്കൊണ്ടിരിക്കുന്നത്. ഹലോ നീ ആരാ? നമ്മൾ തമ്മിൽ ഇതിനു പരിചയമുണ്ടോ? ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും ഞാനോ, ഞാൻ നിന്റെ ഒരു കട്ട ഫാനാ, ഞാൻ മറ്റേ ഫാൻ ക്ലബിലൊക്കെ ഉണ്ടായിരുന്നു. ഏതിന് ഇവള് പറയുമ്പോഴാണ് അവനും ഫാൻ ക്ലബോ? എനിക്ക് എവിടെന്ന ഫാൻസ് ഒക്കെ, നീ എന്തോ പറയുന്നത്? ഏതിന് ഇവനൊന്നും മനസ്സിലാവത്തില്ല. അപ്പോഴാണ് അവളും ഷടാ ഇവനിപ്പോ വലിയ സ്റ്റാർ ഒന്നല്ലല്ലോ, ഞാൻ വെറുതെ ഇല്ലാത്തൊക്കെ പറഞ്ഞു കൂട്ടുന്നു. സുൻജയ, എന്റെ പേര് ഇംസോൾ, ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടില്ല. നിന്റെ പേര് എനിക്കറിയാം, നിന്റെ യൂണിഫോമിൽ തന്നെ ഉണ്ടല്ലോ നിന്റെ പേര്, ഞാൻ അതെപ്പോഴേ വായിച്ചു നോക്കി. പിന്നെ നീ എപ്പോഴും എന്നെ നോക്കുമ്പോ എന്തിനാ കരയുന്നത്? ഞാൻ നിന്നെല്ലാം ചെയ്തായിരുന്നു, ഇന്നലെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കരയുന്നുണ്ടല്ലോ. അയ്യോ അതോ, എനിക്ക് നിന്നെ കാണുമ്പം എന്റെ മരിച്ചോയൊരു പട്ടിക്കുട്ടി ഓർമ്മ വന്ന്, അതാ ഞാൻ നിന്നെ കാണുമ്പോഴേ കരഞ്ഞ. എന്നിന് ഇവളോ റീസൺ പറയുമ്പോഴാണ് അവനും പെട്ടെന്ന് ഷോക്കായി. എന്തുവാ നിന്നൊരു പട്ടിക്കുട്ടിയായിട്ട് കണ്ടെന്നോ? അതിനർത്ഥം നീ എന്നെ പട്ടിയായിട്ടാണ് ഉദ്ദേശിക്കുന്നത്? അല്ല അല്ല, നീ വിചാരിക്കുന്ന പട്ടിക്കുട്ടി നോർമൽ ആയിട്ടുള്ള പട്ടിക്കുട്ടി ഒന്നുമില്ല, അതിന് നല്ലോണം സ്വിമ്മിങ് ചെയ്യാനൊക്കെ അറിയാം. അപ്പൊ ഞാനും സ്വിമ്മിങ് ചെയ്യുക, അപ്പം നീ എന്നെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്? പിന്നെ നിനക്കെങ്ങനെ എന്റെ പേരറിയാം? എനിക്ക് അതാ മനസ്സിലാവാത്ത. എന്നിന് ഇവനും ചോദിക്കുമ്പോഴാണ് അവള് മനസ്സിൽ വിചാരിക്കും ഇംസോൾ ഇവൻ 19 വയസ്സുള്ള ഒരു കൊച്ചു പയ്യനാ, ഇവന്റെ ഫ്രണ്ട് നീ എന്തിനാ പേടിക്കുന്നത്? എന്തേലൊക്കെ തള്ളിറക്കിയിട്. സുൻജയ, ഞാനൊരു സ്വിമ്മിങ്ങിന്റെ ഫാനാ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്റെ പട്ടിക്കുട്ടിയും ഇതേപോലെ സ്വിമ്മർ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ സ്വിമ്മിങ്ങിലോട്ട് ഫുൾ കോൺസെൻട്രേഷൻ കൊടുത്ത് അതുകൊണ്ട് ബെസ്റ്റ് ആയിട്ടുള്ള നിന്നെ എനിക്ക് അറിയാൻ സാധിച്ച. കാരണം സ്വിമ്മിങ് നമ്മുടെ സ്കൂളിൽ നീയാ സ്റ്റാർ എന്നൊക്കെ പറയുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ ചിയർ ചെയ്യാൻ വേണ്ടി വന്നേ. പക്ഷെ അപ്പോഴാ നീ സ്വിമ്മിങ് ചെയ്യുന്ന കണ്ടപ്പോ എന്റെ മരിച്ചോയി പട്ടിക്കുട്ടി എനിക്ക് ഓർമ്മ വന്ന്, അതേപോലെ ആയിരുന്നു നീ സ്വിമ്മിങ് ചെയ്ത്. അങ്ങനെ ആ വിഷമത്തിൽ ഓടിയെന്ന് നിന്നെ ഹഗ് ചെയ്ത്, പിന്നെ ഐ ലവ് യുവും എന്റെ പട്ടിക്കുട്ടിക്ക് പറഞ്ഞ. നീയും തെറ്റിയിരിക്കല്ലേ, ഞാൻ ആ സമയത്ത് നിന്നെ എന്റെ പട്ടിക്കുട്ടിയായിട്ട് കണ്ടുപോയതാ. എന്റെ അമ്മോ, ഇതൊന്നും വിശ്വസിക്കാൻ വെക്കുന്നില്ലല്ലേ, എന്തൊരു തള്ള ഇതൊക്കെ. എന്നിന് അവനും പിടികിട്ടുമ്പം അവളും മൊത്തത്തിൽ സൈലന്റ് ആകും. അതുകൊണ്ട് അവളും അവനൊന്നും ഇത് വിശ്വസിക്കത്തില്ലെന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് ആ സിറ്റുവേഷൻ മാറ്റാൻ വേണ്ടി അവൾ ചിരിച്ചോണ്ടിരിക്കും. എന്റെ പട്ടിക്കുട്ടി ഞാൻ കുറെ മിസ് ചെയ്തു, അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. എന്നിന് അവള് റീസൺ പറയുന്ന മനസ്സിലാക്കി അവൻ അവളുടെ വാച്ച് എടുത്തിട്ട് എങ്കിൽ പിന്നെ ഈ വാച്ച് നിന്റെ പട്ടിക്കുട്ടി ഓർത്തിട്ടാണോ എന്റെ തന്നെ, ഇതെന്റെ വാച്ച് ഒന്നല്ല. എന്നിന് അവനും കൊടുക്കുമ്പോഴാണ് അവളും പെട്ടെന്ന് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് നൈസിന് അവന്റെ കൊടയായിട്ട് അവിടെ നിന്ന് പോകും. ഇതോടെ അവനും ദേഷ്യത്തി അത് അവന്റെ കൊടയാന്ന് പറയുമ്പോഴാണ് അവസാനം കൊട കൊണ്ടുവന്ന് അവൻ മൊത്തത്തിൽ നനഞ്ഞു. എടി മണ്ടി, നീ എന്തിനിപ്പ ഈ കൊടയായിട്ട് വന്ന്? പോരാതെ പട്ടിക്കുട്ടി എന്ന് പറഞ്ഞ് കുറെ ഇല്ലാതൊക്കെ പറഞ്ഞു കൂട്ടി. എന്തായാലും ഇന്നലെ ഞാൻ സ്വപ്നം എന്ന് വിചാരിച്ചോണ്ട് ക്ലാസ്സിലുള്ള ആരോടും ഞാൻ നല്ല രീതിയിൽ സംസാരിച്ചില്ല, ഇന്ന് കുറച്ച് ഷോ കാണിക്കണം. എന്നിന് അവളും ക്ലാസ്സിലേക്ക് കയറിയിട്ട് നിങ്ങളെ കണ്ടിട്ട് കുറെ വർഷം എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതൊക്കെ കേട്ട് അവർക്കൊന്നും മനസ്സിലാവാതെ ഇവിടെ തന്നെ നോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നിന്ന് അവളുടെ കൂട്ടുകാരെയും വിളിക്കും. ഇംസോൾ, ഇന്നലെ നീ ക്ലാസ്സിൽ നിന്ന് എവിടെ ഇറങ്ങിപ്പോയടി? എടി ഹിഞ്ചു, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നിനക്ക് ഇപ്പൊ നല്ല സൗന്ദര്യം ഉണ്ടല്ലേ, നിന്റെ ഫേസ് കറുത്തോന്ന് പറഞ്ഞ് നീ കുറെ പറയാറുണ്ട്, പക്ഷെ ഇപ്പൊ നോക്കെ നിന്നെ കാണാൻ ക്യൂട്ടാ. എന്നിന് ഇവളും പറയുമ്പോഴാണ് അവിടേക്ക് ടീച്ചറും വന്നോടെ ഇവളും ടീച്ചറെ കണ്ട സന്തോഷത്തി ടീച്ചർ എന്ന് പറഞ്ഞ് അടുത്തേക്ക് ഓടി ചെല്ലും. അതിനുശേഷം ഇവരുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവളെ വാച്ച് നോക്കിയിട്ട് ഇനി ടൈം ട്രാവൽ ചെയ്യാനുള്ള മെഷീൻ ഇതാണെന്ന് പറഞ്ഞ് അവളെ വാച്ച് നോക്കിക്കൊണ്ടിരിക്കും. ദൈവമേ, ഒരേ ശീതോലും നെക്കി ഞാൻ വീണ്ടും ഫ്യൂച്ചറിലോട്ട് പോയാൽ പിന്നെ എനിക്ക് തിരിച്ചുവരാൻ പറ്റില്ലെങ്കിലോ? ഇല്ല, ഒരിക്കലും ഞാൻ ഈ വാച്ച് നെക്കത്തില്ല. എന്നിന് അവളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ബാക്കിൽ നിന്ന് അവളുടെ കൂട്ടുകാരിയും ടീച്ചർ വിളിക്കുന്നെന്ന് പറഞ്ഞ് ഇവളെ തട്ടിവിടും. അതോടെ അവൾ ആ വാച്ച് നെക്കിയതോടെ പെട്ടെന്ന് അറിഞ്ഞ് അവൾ ബെഞ്ചിൽ തന്നെ കിടക്കും. പക്ഷെ വാച്ച് നെക്കിയതിന് ശേഷം അവൾ ഇവിടുന്ന് പോയി കാണത്തില്ല. അതിനുശേഷം അവൾക്കൊന്നും മനസ്സിലാവാതെ അവൾ ഇൻട്രോൾ സമയത്ത് സുൻജയെ കാണാൻ വേണ്ടി പോകും. അങ്ങനെ അവനോടൊന്ന് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ട് ഇവള് സന്തോഷത്തി ഇവന്റെ ഫ്യൂച്ചറിനെ മാറ്റണമെങ്കിൽ അവന്റെ കൂടെ ഇവൾ എപ്പോഴും കാണണമെന്ന് വിചാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം അവിടെ സ്മോക്കിങ്ങിന്റെ സ്മെല്ല് വന്ന ഉടനെ ഇവളും ജിമ്മിന്റെ അടുത്ത് ആരെ സ്മോക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞ് അവള് പുറത്തേക്ക് ചെന്ന് നോക്കും. അപ്പോഴാണ് അവിടെ മൂന്നമാര് സ്മോക്ക് ചെയ്തോണ്ടിരിക്കുമ്പം അവിടെ സെക്കൻഡ് ഹീറോ കിം ടേ സുങ്ങും അവന്മാരെ കിട്ട് അടിച്ചോണ്ടിരിക്കും. ഇത് കണ്ട് ഇവളും അവൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് അതേസമയം അവന്മാർ ഇവളെ കണ്ടിട്ട് ഇതേത് ഭ്രാന്തിയാണെന്ന് പറഞ്ഞ് അവന്മാരൊക്കെ ശബ്ദം ഉണ്ടാക്കും. അപ്പോഴാണ് അവളും ദേഷ്യത്തി ഭ്രാന്തിയോ, നിന്നെക്കാളും മൂത്തവരെ നീ ഭ്രാന്തി എന്നാണ് അവളെ വിളിക്കുന്നത്. ഏതിന് ഇവളും ദേഷ്യപ്പെടുമ്പം അവന്മാരൊക്കെ ചിരിക്കും. എടാ, നിങ്ങൾ ഇവിടെ നിൽക്കുകയാണ് സ്മോക്ക് ചെയ്യുന്നത്, ഇവിടെ സ്വിമ്മേഴ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലേ, അവർക്ക് സ്മോക്കിംഗ് ഒക്കെ അലർജിയാ, മലയാള ക്ലാസ്സിൽ പോകാൻ നോക്കടാ. ഏതിന് ഇവൾ അവന്മാരെ പേടിപ്പിക്കുമ്പോഴാണ് അതേസമയം അവന്മാരുടെ ഗാങ്സ് എല്ലാം അവിടേക്ക് വരും. അപ്പോഴാണ് ഇത് കണ്ട് കിം ടേസും അടുത്തേക്ക് ചെന്നിട്ട് ഇനി ഇവിടെ നിന്നാ സീനെന്ന് പറഞ്ഞ് അവളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് ഓടിപ്പോകും. അതിനെ ശിവന്റെ അവരുടെ രക്ഷപ്പെടുമ്പോഴാണ് അവളും ദേഷ്യത്തി ഈ പിള്ളേരൊക്കെ ഇത്രയ്ക്ക് മോശമായി പോയെന്ന് അവൾ സംസാരിച്ചോണ്ടിരിക്കും.
ചോദിക്കും. അപ്പരാണ് അവൻ ആ സിഗരറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് ഇവൾക്കെന്തോ അത്രക്ക് പ്രായമെന്ന് അവൻ ചോദിക്കും. അപ്പരാണ് അവൾ അവനെ കണ്ടിട്ട് ബെസ്റ്റ്, നീ അവന്മാരുടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നോ വെറുതെ ഫൈറ്റ് ചെയ്തോണ്ടിരുന്നത്, മര്യാദയ്ക്ക് അതിങ്ങി താടാ, ഇവിടെ ആരും സ്മോക്ക് ചെയ്യില്ല. എന്നിട്ട് അവളത് വാങ്ങിക്കാൻ നോക്കുമ്പോഴാണ് ഇതിനു മുമ്പ് നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ ഷോക്കാവും. കാരണം സ്കൂൾ ടൈമിൽ അവൾ എപ്പോഴും ഇവന്റെ പുറയിലായി നടന്നുകൊണ്ടിരുന്നത്. അതോടെ അവൾക്കെല്ലാം ഓർമ്മ വന്നിട്ട് ഇവനല്ലായിരുന്നോ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ള ക്രഷ് എന്ന് പറഞ്ഞ് അവള് ഷോക്കായി പോകും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. അതിനുശേഷം എന്തൊക്കെ സമയം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ആയിട്ട് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. Shiv Edits.